മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും സ്വർണ്ണക്കൊള്ളക്കേസിലെ കുറ്റാരോപിതനുമായ പത്മകുമാർ പാർട്ടി വിടുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇത് പാർട്ടി വെറുതെ വിടുന്നതല്ല, പാർട്ടി ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് ഇദ്ദേഹത്തെ കൊണ്ട് മെമ്പർഷിപ്പ് പുതുക്കിക്കാതെ ഇദ്ദേഹത്തെ ഒതുക്കി ഇദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ നടപടിക്രമങ്ങളിലൂടെ ഒക്കെ എന്നാണ് മനസ്സിലാകുന്നത്. അതായത് പത്തനംതിട്ട ജില്ലയിലെ പിണറായി വിജയന്റെ ഏറ്റവും കരുത്തനായ ഒരു സ്വാധീന ശക്തിയായി പത്മകുമാർ ഉണ്ടായിരുന്നു. ഇനി പത്മകുമാർ വേണ്ട, വീണ ജോർജ് മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തി. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലടക്കം പത്മകുമാറിനെതിരെ ആരോപണങ്ങൾ ഉണ്ട്, പത്മകുമാറിനെ അനുകൂലിക്കുന്നവരുമുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി CPM നേതാക്കൾക്കും അതുപോലെ അന്നത്തെ മന്ത്രിസ്ഥാനം വഹിച്ചിരുന്നവർക്ക് പോലും പങ്കുണ്ട്. അപ്പം ഈ സ്വർണ്ണക്കൊള്ളയ്ക്കൊക്കെ കൂട്ടുനിന്ന് അതിലെ സ്വർണം അടിച്ചുമാറ്റി ഇവർക്കൊക്കെ വീതം വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ പത്മകുമാർ വെറും കറിവേപ്പിലയായി മാറി, പത്മകുമാർ പാർട്ടിക്ക് അനഭിമതനായി മാറി എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ്. പത്മകുമാറിനെതിരെ നടപടി കുരുങ്ങി CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 15-ാം തീയതി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരും. അന്ന് നടപടി എടുക്കാനാണ് സാധ്യത. പത്മകുമാറിനെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താൻ മാത്രമായിരുന്നു ഇതുവരെയുള്ള തീരുമാനം. എന്നാൽ അങ്ങനെയല്ല, ശക്തമായ നടപടി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള ശക്തമായ നടപടി പത്മകുമാറിനെതിരെ വരും എന്ന് തന്നെയാണ് സൂചനകൾ. കഴിഞ്ഞ ആഴ്ചയാണ് പത്മകുമാർ പാർട്ടി അംഗത്വം പുതുക്കിയത്. സ്വർണ്ണക്കൊള്ള ആരോപണം തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടിൽ സംസ്ഥാന നേതൃത്വം മയപ്പെടുത്തിയിരുന്നു. എന്നാൽ നടപടി പരാമർശിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് സംസ്ഥാന കമ്മിറ്റി ശഠിച്ചു. ഇതിന് പിന്നാലെയാണ് CPM തീരുമാനത്തിന് തയ്യാറായത്. പത്മകുമാറിനെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി പത്മകുമാറിനെ തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സംസ്ഥാന സമിതിയുടെ ആവശ്യമനുസരിച്ച് സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ 3 പ്രധാന തിരുത്തുകളാണ് നടത്തിയിരിക്കുന്നത്. പത്മകുമാറിനെതിരെയുള്ള നടപടി, MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച ഏറ്റുപറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രസ്താവന നടത്തേണ്ടതായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. ഇതിൽ കടുത്ത വിമർശനമാണ് ഈ വിഷയങ്ങളിലൊക്കെ ഉയർന്നത്. മണ്ഡലം കമ്മിറ്റിയിലെ 73 പേരിൽ 70 പേരും PK ശ്യാമളയ്ക്ക് എതിരായിരുന്നു. എന്നിട്ടും സ്ഥാനാർത്ഥിയായത് ഞെട്ടിച്ചു എന്ന് കാസർഗോഡ് നിന്നുള്ള അംഗം സംസ്ഥാന സമിതിയിൽ പറഞ്ഞു. ഇത്തരത്തിൽ ഇനിയിപ്പോൾ വെട്ടിവീഴ്ത്തലുകളുടെയും വെട്ടിനിരത്തലുകളുടെയും ഒഴിവാക്കലുകളുടെയും ഒക്കെ കാലമാണ്. എന്തായാലും തോറ്റു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ അവർ തുടരണ്ട, അല്ലെങ്കിൽ ആ രീതിയിൽ അവർ പ്രവർത്തിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തുമ്പോൾ പാർട്ടി തോറ്റതിന്റെ ഉത്തരവാദിത്വം, സമ്പൂർണ്ണ ഉത്തരവാദിത്വം പാർട്ടി സെക്രട്ടറി എന്തേ ഏറ്റെടുക്കാത്തത്? മുഖ്യമന്ത്രി ആയിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാത്തത്, അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളിലേക്ക് വരാതെ മാറി നിൽക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും സഖാക്കൾ അടക്കം ചോദിക്കുന്നുണ്ട്. പത്മകുമാറിനെ കറിവേപ്പില പോലെ വെട്ടിനിരത്തി എടുത്ത് ദൂരെ കളയുകയാണ്. സ്വർണ്ണക്കൊള്ള ഈ വിഷയത്തിൽ കാര്യങ്ങൾ മയപ്പെടുത്തിയെങ്കിലും ഇദ്ദേഹം ജയിലിലായിട്ട് പോലും ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനോ ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്താനോ പോലും അന്ന് സംസ്ഥാന സമിതി തയ്യാറായിരുന്നില്ല. അത് അദ്ദേഹം പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം, പല നേതാക്കളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം വിളിച്ചു പറയും, അല്ലെങ്കിൽ മൊഴി കൊടുക്കും എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ അന്ന് സംരക്ഷിച്ച് നിർത്തുകയായിരുന്നു എന്നുള്ള ആരോപണം അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്.